ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കെട്ടിടം ലിങ്ക് ചെയ്യുന്നതിനെ പറ്റിയും ലിങ്ക് ചെയ്ത കെട്ടിടം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നും ആയതിനു ശേഷം വീണ്ടും എങ്ങനെ ലിങ്ക് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുമാണ്. ആദ്യം തന്നെ നമ്മുടെ ഹരിതമിത്രം ആപ്പ് ലോഗിൻ ചെയ്യുക. ഡേറ്റ സമന്വയം പൂർത്തിയായ ശേഷം ഹോം പേജിലേക്ക് വരിക. രണ്ട് രീതിയിൽ കെട്ടിടം നമുക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒന്ന്, നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് സേവനം ചെയ്യുന്ന സമയത്ത് ഡോർ നമ്പർ ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാകുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കെട്ടിടം ലിങ്ക് ചെയ്യുന്നത് ഒറ്റത്തവണ ചെയ്യേണ്ട പ്രവൃത്തിയാണ്. ഒരു പ്രാവശ്യം ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് സേവനം ചെയ്യുന്ന സമയത്ത് ഡോർ നമ്പർ ലിങ്ക് ചെയ്യാൻ ചോദിക്കുന്നതല്ല. അപ്പോൾ നമുക്ക് ആദ്യത്തെ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഡോർ ലിങ്ക് ചെയ്യുന്നത് നോക്കാം. അതിനായി നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ QR കോഡ് സ്കാൻ ചെയ്യുക. അപ്പൊ നമുക്ക് താഴെ തിരയുക എന്ന് കാണാൻ സാധിക്കും. അതിൽ ടച്ച് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്കിവിടെ ഉപഭോക്താവിന്റെ പ്രൊഫൈൽ ലഭ്യമാകുന്നതാണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ വലതുവശത്ത് മുകളിലായിട്ടൊരു സിമ്പൽ കാണാൻ സാധിക്കും. ഈ സിമ്പൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കെട്ടിടം ലിങ്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇനി ലിങ്ക് ചെയ്ത കെട്ടിടമാണെങ്കിൽ കേസ് വാർഡിന്റെ കെ സിമ്പൽ ആയിരിക്കും നമുക്കിവിടെ വലതുവശത്ത് മുകളിലായി കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഡോർ നമ്പർ ലിങ്ക് ചെയ്യുന്നത് നോക്കാം. അതിനായി താഴെ കാണുന്ന സേവനം എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുക. അപ്പൊ ഇവിടെ ഡോർ നമ്പറും ഉപനമ്പറും ചോദിച്ചൊരു വിൻഡോ നമുക്ക് ലഭ്യമാവുന്നതായിരിക്കും. ഇവിടെ ഉപഭോക്താവിന്റെ ഡോർ നമ്പറും ഉപനമ്പറും കൃത്യമായി തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡോർ നമ്പറും ഉപനമ്പറും കൃത്യമായി എൻ്റർ ചെയ്തതിനു ശേഷം സൈഡിൽ കാണുന്ന സെർച്ച് ബാറിൽ ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഉപഭോക്താവിന്റെ വിവരങ്ങൾ ലഭ്യമാകുന്നതായിരിക്കും. നമുക്കിവിടെ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ കൃത്യമാണോ എന്ന് ഉപഭോക്താവിനോട് ചോദിച്ച് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ലിങ്ക് ചെയ്യുക. പിന്നൊരു കാര്യം പറയാനുള്ളത്, എല്ലാവർക്കും വരുന്ന സംശയമാണ്, ഹരിതമിത്രം ആപ്ലിക്കേഷനിൽ ഗൃഹനാഥയുടെ പേരും എന്നാൽ നമ്മൾ കെട്ടിടം ലിങ്ക് ചെയ്യുന്ന സമയത്ത് ഗൃഹനാഥന്റെ പേരുമായിരിക്കും വരുന്നത്. ആയത് പ്രശ്നമില്ല, ഉപഭോക്താവിനോട് ചോദിച്ച് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ധൈര്യമായി ലിങ്ക് ചെയ്യാവുന്നതാണ്. ഇനി വാടകയ്ക്ക് താമസിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഹരിതമിത്രം ആപ്ലിക്കേഷനിൽ ഉപഭോക്താവിന്റെ പേരും ലിങ്ക് ചെയ്യുമ്പോൾ കെട്ടിടത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥന്റെ പേരുമായിരിക്കും വരുന്നത്. അത് വാടകക്കാരോട് ചോദിച്ച് ഉറപ്പുവരുത്തിയ ശേഷം ലിങ്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഡോർ നമ്പർ ലിങ്ക് ചെയ്യാനായി താഴെ കാണുന്ന ലിങ്ക് എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു കൺഫർമേഷൻ മെസ്സേജ് വരുന്നതായിരിക്കും. ഈ ഉപഭോക്താവിനെ ഈ കെട്ടിട ഐഡിയിലേക്ക് ലിങ്ക് ചെയ്യണോ? നമ്മൾ അതെ എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പൊ ഇവിടെ ഡോർ നമ്പർ ലിങ്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സേവനം ചെയ്ത് എപ്പോഴത്തെയും പോലെ മുന്നോട്ട് പോകാവുന്നതാണ്. ഇനി ഡോർ നമ്പർ ലിങ്ക് ആയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താനായി നമ്മളിവിടെ കാണുന്ന പ്രൊഫൈൽ എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക. അപ്പൊ ദാ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ വലതുവശത്ത് മുകളിലായിട്ട് കെ സ്മാർട്ടിന്റെ കെ സിമ്പൽ വന്നിട്ടുണ്ട്. നമ്മുടെ കെട്ടിടം ലിങ്ക് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ കെ സ്മാർട്ടിന്റെ കെ സിമ്പൽ ഇവിടെ കാണാൻ സാധിക്കൂ. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് പരിചയപ്പെടാം. അതിനായി താഴെ നമ്മൾ നോക്കുവാണെങ്കിൽ ഹോം, എൻറോൾ, സേവനങ്ങൾ, തിരയുക, അങ്ങനെ 4 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ തിരയുക എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ നമ്മളോട് കുറച്ച് വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ വിവരങ്ങളെല്ലാം നമ്മൾ കൃത്യമായി തന്നെ രേഖപ്പെടുത്തി കൊടുക്കണം. ആദ്യം വാർഡാണ്. വാർഡ് നമ്മളിവിടുന്ന് തിരഞ്ഞെടുത്ത് കൊടുക്കുക. ശേഷം തിരയൽ രീതിയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് രീതി കൊടുത്തിട്ടുണ്ട്. ഡോർ നമ്പർ, ഉപഭോക്താവിന്റെ പേര്, മൊബൈൽ ഫോൺ നമ്പർ, കെട്ടിടത്തിന്റെ പേര്, ഇതിൽ ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഉപഭോക്താവിന്റെ പേരാണ് തിരഞ്ഞെടുത്ത് കൊടുക്കുന്നത്. ശേഷം താഴെയായി ഉപഭോക്താവിന്റെ പേര് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഉപഭോക്താവിന്റെ പേര് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന തിരയുക എന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഉപഭോക്താവിന്റെ വിവരം ലഭ്യമായിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ ഉപഭോക്താവിന്റെ പ്രൊഫൈൽ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ നോക്കുവാണെങ്കിൽ മനസ്സിലാവും, വലതുവശത്ത് മുകളിലായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ സിമ്പൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ആദ്യത്തെ മെത്തേഡിൽ ചെയ്തതുപോലെ തന്നെ ലിങ്ക് ചെയ്യാൻ വേണ്ടി സേവനം എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക. ഇനി ഇവിടെ ഡോർ നമ്പറും ഉപനമ്പറും എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡോർ നമ്പറും ഉപനമ്പറും എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം സൈഡിൽ കാണുന്ന സെർച്ച് ബാറിൽ ടച്ച് ചെയ്യുക. അപ്പോൾ ദാ ഇവിടെ നമുക്ക് ഉപഭോക്താവിന്റെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ലിങ്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ 2 മെത്തേഡ് ഉപയോഗിച്ചും ഉപഭോക്താവിന്റെ കെട്ടിടം ലിങ്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് തെറ്റായി ലിങ്ക് ചെയ്തിട്ടുള്ള കെട്ടിടം ഡിലീറ്റ് ചെയ്ത് വീണ്ടും ലിങ്ക് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ഉപഭോക്താവിന്റെ പേര്, അഡ്രസ്സ് പോലെയുള്ള വിവരങ്ങളിലെ തെറ്റുകൾ തിരുത്തുന്നത് എന്നും നോക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെ ഉപകാരപ്രദമാവുന്ന വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.